2025 തുലാം വൃശ്ചികം ധനുമാസത്തിൽ ജനിച്ച ഉത്രാട നക്ഷത്രക്കാർക്ക്. നക്ഷത്രം ഉത്രാടാണ്. ഇനി ജനിച്ച മലയാള മാസം അറിയേണ്ടെങ്കിൽ ഇപ്പം ജാനുവരി 5-നാണ് ജനിച്ചതെങ്കിൽ ഒരു കാലഘട്ടം എടുത്തിട്ട് കറസ്പോണ്ടിങ് ജാനുവരി 5-നുള്ള മലയാള മാസം നോക്കിയാൽ ഇനി തുലാമാസം ജനിച്ച ഉത്രാട നക്ഷത്രക്കാരുടെ ഫലം നോക്കാം. അവർക്ക് ജാനുവരി മാസം കാര്യവിജയെല്ലാം ഉണ്ട്, ആരോഗ്യം കുഴപ്പമില്ല, എന്തൊക്കെ ഓപ്പറേഷനെല്ലാം വേണ്ടിക്ക് പറ്റിയ മാസമാണ്. എന്നാൽ മക്കളും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. ചിലപ്പോൾ ട്രാൻസ്ഫറെല്ലാം ഉണ്ടാകും, ചെറിയ മനസ്സമാധാനക്കുറവെല്ലാം ഉണ്ടാകാം. കേസ് വഴക്കിനൊന്നും പോകാൻ പറ്റിയ ഒരു മാസമല്ല. ഫെബ്രുവരി മാർച്ച് മാസങ്ങൾ കാര്യവിജയം, ആരോഗ്യം, ഓപ്പറേഷനെല്ലാം പറ്റിയ മാസമാണ്. പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ബിസിനസ് കർമ്മം തുടങ്ങാൻ പറ്റിയ നല്ലൊരു മാസമാണ്. സഹോദരാദികൾക്കെല്ലാം നല്ല മാസമായിട്ട് കാണുന്നുണ്ട്. പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. ചെറിയ മനസ്സമാധാനക്കുറവെല്ലാം കാണുന്നുണ്ട്. കേസ് വഴക്കിലൊന്നും പോകാൻ പറ്റിയ മാസമല്ല. വ്യക്തിപരമായും കുടുംബപരമായും അത്ര നല്ലൊരു സമയമൊന്നും അല്ല. ഏപ്രിൽ മാസം കാര്യവിജയം, ആരോഗ്യം, ഓപ്പറേഷനെല്ലാം പറ്റിയ മാസമാണ്. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിൻ്റെ കണ്ടെത്തും. പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. സഹോദരാദികൾക്കെല്ലാം നല്ലതാണെങ്കിലും കേസ് വഴക്കിലൊന്നും പോകരുത്. പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ശത്രുക്കളെല്ലാം ഉണ്ടായേക്കാം. മെയ് ജൂൺ മാസങ്ങൾ അച്ഛനും മക്കളും സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. ഉല്ലാസ യാത്രകളെല്ലാം പോകാൻ പറ്റിയ മാസമാണ്. ദൂരയാത്രകൾക്കെല്ലാം അവസരമുണ്ട്. പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. ഭാഗ്യമുള്ളൊരു മാസമാണ്. പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണെങ്കിലും കേസ് വഴക്കിലൊന്നും പോകരുത്. പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള എല്ലാ തടസ്സങ്ങളോ ശത്രുതയെല്ലാം കാണുന്നുണ്ട്. എന്നാൽ മെയ് മാസം കാര്യവിജയം, ആരോഗ്യം, ഓപ്പറേഷനെല്ലാം പറ്റിയ മാസമായിട്ട് കാണുന്നു. പക്ഷേ വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാൻ വിൽക്കാനും പറ്റിയ മാസമല്ല മെയ്. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങൾ ജോലി കിട്ടാൻ, പ്രൊമോഷൻ കിട്ടാൻ, പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്ക് നല്ലതാണ്. അച്ഛനും മക്കളും എല്ലാമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഉല്ലാസ യാത്രകൾ പോകാൻ പറ്റിയതാണ്. ദൂരയാത്രകൾക്ക് അവസരം. യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടെങ്കിലും കേസ് വഴക്കിനൊന്നും പറ്റിയ മാസങ്ങളല്ല. അതേപോലെ തന്നെ ചെറിയ ശത്രുതയും തടസ്സങ്ങളെല്ലാം, അപ്രതീക്ഷിതമായ തരത്തിലുള്ള ചില ശത്രുതയും തടസ്സങ്ങളെല്ലാം അതിൻ്റെ ഇടയ്ക്ക് കാണുന്നുണ്ട്. സെപ്റ്റംബർ മാസം അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. ഉല്ലാസ യാത്രകൾക്ക്, ദൂരയാത്രകൾക്ക് അവസരം, യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ, പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. സഹോദരാദികൾക്ക് നല്ലതാണ്. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത്. പ്രതീക്ഷിക്കാത്ത ശത്രുതയും തടസ്സങ്ങളും, ട്രാൻസ്ഫർ ഉണ്ടാകാം. ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ നോക്കണം. പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട്. ഒക്ടോബർ മാസം വ്യക്തിപരമായ, ആരോഗ്യപരമായിട്ട് നല്ലതാണ്. സഹോദരാദികൾക്ക് നല്ലതാണ്. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതൊക്കെ കണ്ടെത്തും. പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത്. നവംബർ ഡിസംബർ മാസങ്ങൾ
അച്ഛനും മക്കളും സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഉല്ലാസ യാത്രകൾ പോകാൻ, ദൂരയാത്രകൾക്ക് അവസരം, യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ, ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും, ജോലി കിട്ടാം, പ്രമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റുന്ന നല്ലൊരു മാസമാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണമെല്ലാം ഉണ്ടെങ്കിൽ അത് എളുപ്പത്തിൽ കിട്ടും. പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത്. ഇനി വൃശ്ചിക മാസത്തിൽ ജനിച്ച ഉത്രാടം നക്ഷത്രക്കാർക്ക് അവർക്ക് ജാനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങൾ കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ്. വീട് നിർമ്മാണത്തിന് പറ്റിയതാണ്. മാതാവിനും സഹോദരാദികൾക്കും നല്ലതാണ്. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹമെല്ലാം അന്വേഷിക്കുന്നതിലേക്ക് കണ്ടെത്തും. പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ മാസമാണെങ്കിൽ കേസ് വഴക്കിലൊന്നും പോകരുത്. വ്യക്തിപരമായ കാര്യങ്ങൾക്ക് അത്ര നല്ലതൊന്നുമല്ല. അതുപോലെ ജാനുവരി മാസം എളുപ്പം ട്രാൻസ്ഫർ എല്ലാം ഉണ്ടായേക്കാം. പറ്റിക്കാനും ചതിയിൽപ്പെടാതെ എല്ലാം നോക്കണം ജാനുവരി മാസം. ഏപ്രിൽ, മെയ് മാസങ്ങൾ ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം എല്ലാം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു മാസമാണ്. സഹോദരാദികൾക്കെല്ലാം നല്ലതാണ്. പക്ഷേ മക്കളും ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല. മനസ്സമാധാനക്കുറവ് കാണുന്നുണ്ട്. കേസ് വഴക്കിനൊന്നും പോകരുത്. മെയ് മാസം പ്രത്യേകിച്ച് വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല. ജൂൺ, ജൂലൈ മാസങ്ങൾ കാര്യവിജയം, ആരോഗ്യം, ഓപ്പറേഷനെല്ലാം പറ്റിയ മാസമാണ്. പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. സഹോദരാദികൾക്കെല്ലാം നല്ലതാണ്. പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. കുറച്ച് മനസ്സമാധാനക്കുറവ് ഉണ്ടാക്കുന്നുണ്ട്. ജാനുവരി മാസം കേസ് വഴക്കിനൊന്നും പോകരുത്. ജൂൺ മാസം കേസ് വഴക്കിനൊന്നും, ജാനുവരി അല്ല, ജൂൺ മാസം കേസ് വഴക്കിനൊന്നും പോകരുത്. ജൂലൈ മാസം യാത്രകൾക്കെല്ലാം പറ്റിയതാണ്. ഒരു ഉല്ലാസ യാത്രയെല്ലാം പോകാൻ വേണ്ടിയിട്ട് ജൂലൈ മാസമാണ് നല്ലത്. പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യാൻ ജൂലൈ മാസം വളരെ നല്ലതായിട്ട് കാണുന്നുണ്ട്. ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങൾ ജോലി കിട്ടാം, പ്രമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയതാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്ക് നല്ലതാണ്. പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മോശം മനസ്സമാധാനക്കുറവ് കാണുന്നുണ്ട്. ഓഗസ്റ്റ് മാസം ഓപ്പറേഷനെല്ലാം പോലുള്ളതിന് പറ്റിയ മാസമാണ്. സെപ്റ്റംബർ മാസം ദാമ്പത്യപരമായ കാര്യങ്ങൾക്ക് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ കണ്ടെത്തും. ഒക്ടോബർ മാസം കാര്യവിജയം, ആരോഗ്യം, ഓപ്പറേഷനെല്ലാം പറ്റിയതാണ്. ബിസിനസ്സിന് പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു മാസമാണ്. സഹോദരാദികൾക്ക് നല്ലതാണ്. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തുമെങ്കിലും ട്രാൻസ്ഫർ ഉണ്ടാകാം. ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെയെല്ലാം നോക്കണം. അച്ഛനും മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ, മനസ്സമാധാനക്കുറവ്, ടെൻഷനെല്ലാം കാണുന്നുണ്ട്. നവംബർ, ഡിസംബർ മാസം കാര്യവിജയം, ആരോഗ്യം, ഓപ്പറേഷനെല്ലാം പറ്റിയ മാസമാണ്. വ്യക്തിപരമായും കുടുംബപരമായ ആരോഗ്യപരമായിട്ട് നല്ലതാണ്. പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ മാസമാണ്. സഹോദരാദികൾക്ക് നല്ലതാണ്. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. ജോലി കിട്ടാം, പ്രമോഷൻ കിട്ടാം. ബിസിനസ്സിന് നല്ലതാണ്. വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിൽ അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടുമെങ്കിലും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ്, ടെൻഷനും കാണുന്നുണ്ട്. ഇനി ധനുമാസത്തിൽ ജനിച്ച ഉത്രാട നക്ഷത്രക്കാർക്ക് അവർക്ക്
ജാനുവരി മാസം വ്യക്തിപരമായ കാര്യങ്ങൾക്കെല്ലാം കുറച്ച് നല്ലതായിട്ട് കാണുന്നുണ്ട്, വ്യക്തിപരമായ കാര്യങ്ങൾക്ക് മാത്രം. പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത്. ശത്രുതയെല്ലാം ചിലപ്പോൾ കൂടുതലുണ്ടായേക്കാം. ആരെങ്കിലും പറ്റിക്കാനും ചതിയപ്പെടാനും സാധ്യതയുണ്ട്. വിദേശ കാര്യങ്ങൾക്കുമായിട്ട് ബന്ധപ്പെട്ടതിനൊന്നും നല്ലതല്ല. ചിലപ്പോൾ ട്രാൻസ്ഫർ എല്ലാം ഉണ്ടായേക്കാം. ഫെബ്രുവരി മാസം മോശമായിട്ട് കാണുന്നു. കേസ് വഴക്കിനൊന്നും പോകരുത്. ശത്രുതകളെല്ലാം കാണുന്നുണ്ട്. വ്യക്തിപരമായും ആരോഗ്യപരമായിട്ടും നല്ലതല്ല. മാർച്ച് ഏപ്രിൽ മാസങ്ങൾ വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ്. വീട് നിർമ്മാണത്തിന് നല്ലതാണ്. അതേപോലെ തന്നെ മാതാവിന് നല്ലതായിട്ട് കാണുന്നുണ്ട് മാർച്ച് ഏപ്രിൽ മാസങ്ങൾ. പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത്. ചില ശത്രുതയല്ല ഇതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട്. എന്തെങ്കിലും കർമ്മം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഏപ്രിൽ മാസം ചെയ്യുന്നതായിരിക്കും നല്ലത്. ബാക്കിയുള്ള കാര്യങ്ങളിലൊന്നും മാറ്റമില്ല. ഏപ്രിൽ മാസം പുതിയ കർമ്മങ്ങൾ തുടങ്ങാൻ വളരെ നല്ലതായിട്ട് കാണുന്നുണ്ട്. മെയ് മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നത് കണ്ടെത്തും. സഹോദരാദികൾക്ക് നല്ലതാണ്. പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. പക്ഷേ ഈ കേസ് വഴക്കിനൊന്നും പോകരുത്. അനാവശ്യ ശത്രുതകളെല്ലാം കയറി വരും. ജൂൺ ജൂലൈ മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നത് കണ്ടെത്തും. സഹോദരങ്ങൾക്കും മാതാവിനും എല്ലാം നല്ല സമയമായിട്ട് കാണുന്നു. പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ മാസമാണ്. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. വീട് നിർമ്മാണത്തിന് നല്ലതാണ്. വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണെങ്കിലും ജൂൺ ജൂലൈ ആണ് പറയുന്നത്. ജൂൺ മാസം കുറച്ച് മനസമാധാനക്കുറവ് കാണുന്നുണ്ട്. കേസ് വഴക്കിനൊന്നും പറ്റിയതല്ല ജൂൺ മാസം. ജൂലൈ മാസം പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയെല്ലാം കാണുന്നുണ്ട്. ഓഗസ്റ്റ് മാസം കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. അച്ഛനും മക്കളും സഹോദരങ്ങൾക്കും മാതാവിനും എല്ലാം നല്ല സമയമാണ്. വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ്. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. ഉല്ലാസ യാത്രകൾ പോകാൻ, യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ, പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ഓഗസ്റ്റ്. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങൾ വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ്. വീട് നിർമ്മാണത്തിന് പറ്റിയതാണ്. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ്. മാതാവിനും സഹോദരാദികൾക്കെല്ലാം വളരെ നല്ലതായിട്ട് കാണുന്നു. ദാമ്പത്യപരമായിട്ട് നല്ലതായി കാണുന്നു. വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. സഹോദരാദികൾക്ക് നല്ലതാണ്. പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ജോലി കിട്ടാം, പ്രമോഷൻ കിട്ടാം, ബിസിനസ്സിന് നല്ലതാണ്. വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടേണ്ടതാണ്. എളുപ്പത്തിൽ കിട്ടും. സെപ്റ്റംബർ മാസം പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ശത്രുതയും കാണുന്നുണ്ട്. ഒക്ടോബർ മാസം യാത്രകൾക്കൊന്നും പറ്റിയതല്ല. നവംബർ മാസം ചിലപ്പോൾ ട്രാൻസ്ഫർ എല്ലാം കണ്ടേക്കാം. ആരെങ്കിലും പറ്റിക്കാതെയും ചതിപ്പെടാതെയെല്ലാം നവംബർ മാസം നോക്കണം.